ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കഴുകി ക്ലീനാക്കിയ ബീഫാണ്. അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേവിക്കാൻ വയ്ക്കുന്ന ആ ഒരു സമയത്ത് ഞാനിപ്പോൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും മസാല മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് വേവിച്ചതിന് ശേഷമാണ് ബാക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് ഒരു 15 മിനിറ്റ് ഞാനിത് അടച്ച് വെച്ചൊന്ന് വേവിക്കുകയാണ്. അങ്ങനെ ബീഫ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്തും പോയിട്ടില്ല, തീരെ വേവാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ബീഫിലെ വെള്ളം കളയാതെ സൂക്ഷിക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച ആ ഒരു വെള്ളയിൽ അതാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഈ ഒരു മസാല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫില്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബീഫ് വേവിക്കാതെ ഒരു 2 പീസ് ഒന്ന് മസാല പുരട്ടിയിട്ട് ഒന്ന് എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അകം വേവാതെ, അതായത് പുറം നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പറ്റുമെന്നുള്ളത്. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു ബീഫ് ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ബീഫ് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് ഉഗ്രൻ കോമ്പിനേഷനാണ്. അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ഭംഗിക്ക് കുറച്ച് സവാളയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പിന്നെ നാരങ്ങ നീരില്ല അതൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കാം. അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമ.